പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ള കൊറ്റാളി എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന കൂർമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. കുഞ്ഞിരാമൻ പെരുമലയൻ്റെ ചടങ്ങിന് വേണ്ടിയാണ് രണ്ടാമത്തെ വീഡിയോ ചെയ്യാൻ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് വേഗം കണ്ടുവരാം. നല്ല നമസ്കാരം. അവസരമുണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള അതിനവസരമുണ്ടായിട്ടില്ല. ഇത് കൊറ്റാളിക്കാവിൽ വെച്ച് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ അതിനേകദേശം മിനിറ്റുകൾക്ക് മുൻപാണ് ചർക്കൽ വെച്ച് തമ്പുരാനിൽ നിന്ന് പട്ടും പടിയും സ്വീകരിച്ചുകൊണ്ട് അഭിമാനപൂർവ്വം ശ്രീ ബഹുമാന്യനായ MLA ആണ്. അദ്ദേഹം എത്തിച്ചേരും. അതേപോലെ തന്നെ കടന്നപ്പള്ളി രാമേന്ദ്രൻ അവരുകളുമുണ്ട്, MLA ആണ്.
അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് MLA ആണ്. ആശംസ നേരുന്നതിന് വേണ്ടി ആദരണീയനായ മേയർ ടി.ഒ. മോഹൻ അവരുകളെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ PC ജോയി, വൈസ് പ്രസിഡന്റ് കൊറ്റാളിക്കാവ്, ഈ വേദിയിലും സദസ്സിലുമൊക്കെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, ഇവിടെ ഇന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഏറെ ബഹുമാന്യനായ ശ്രീ കുഞ്ഞിരാമ പണിക്കർ, കണ്ണൂർ കോർപ്പറേഷൻ്റെ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ സുരേഷ് ബാബു ഇളയാവൂർ, കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ രവീന്ദ്രൻ, അതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ നമുക്കൊക്കെ തന്നെ വർഷങ്ങളായി സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായി നമുക്ക് ഗുരുവിനായി നിൽക്കുന്ന ഡോക്ടർ PV ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ സ്വാഗതമാശംസിക്കുന്ന സെക്രട്ടറി ശ്രീ സതീശൻ, ഡോക്ടർ സഞ്ജീവൻ കോട്, ശ്രീ ശശികല, അഡ്വക്കേറ്റ് കേശവൻ ഉൾപ്പെടെ ബഹുമാനായ ശ്രീ സുരേഷ് വർമ്മ, ശ്രീ NR മായൻ, ബഹുമാനായ ശ്രീ CH പ്രഭാകരൻ ഉൾപ്പെടെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ CP രമേശൻ, മറ്റ് ബഹുമാനരായ നാട്ടുകാരെ, വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ പലതിനും സാക്ഷിയാണ്. സുരേഷ് ഇളയാവൂര് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ചെയർമാൻ, അതുപോലെ അഡ്വക്കേറ്റ് ഡോക്ടർ PV ബാലകൃഷ്ണൻ, കേരള സാംഗീതിക നാടക അക്കാദമി മെമ്പർ, ആർട്ടിസ്റ്റ് ശശികല, പോപ്പുലർ അക്കാദമി മെമ്പർ, NR മായൻ, ഡോക്ടർ സജീവൻ അഴീക്കോട്, ഗവേഷകൻ, ഡയറക്ടർ സുരേഷ് ബാബു ഇളയാവൂർ, അഡ്വക്കേറ്റ് കേശവൻ, CH പ്രഭാകരൻ, ചന്ദ്ര മാസ്റ്റർ സ്മാരക സംഘം വടക്ക് ഗവേഷണ പീഠം ഡോക്ടർ സജീവൻ അഴീക്കോട്, കൂടാതെ മറുപടി പ്രസംഗം കൂടാതെ തിരുമല സ്ഥാനം കിട്ടിയുള്ള MV കുഞ്ഞിരാമ പണിക്കർ, ഇവർക്ക് ഈ വേദിയിലെത്തിയ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് PC ജോയി, ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അവരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ഇതുപോലൊരു ചടങ്ങ് സാക്ഷ്യം വഹിക്കാൻ കൊറ്റാളി ശ്രീകുറുമ്പ ക്ഷേത്ര കമ്മിറ്റിയും അതിൻ്റെ കാരണവന്മാരും അതിൻ്റെ കർമ്മികൾക്കും കഴിഞ്ഞു എന്നതിൻ്റെ യാഥാർത്ഥ്യം ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മളോടൊപ്പം ഇന്നില്ലാത്ത മുഴുവൻ ആളുകളെയും ഒരു നിമിഷം അത് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടിയിലേക്ക് കടക്കാം. അതിനായി എല്ലാവരെയും ക്ഷണിക്കുന്നു. നമ്മുടെ വിശിഷ്ട അതിഥി ആദരണീയനായ കുഞ്ഞിരാമ പണിക്കർ അവരുകളാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ബഹുമാന്യരായ കണ്ണൂർ കോർപ്പറേഷൻ മേയർ ടി.ഒ. മോഹൻ അവരുകളാണ്. മറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ തെയ്യം കലയെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി ലോകത്ത് കാണിച്ചു കൊടുത്ത ആദരണീയനായ ഡോക്ടർ PV ബാലകൃഷ്ണൻ അവരുകൾ ഈ വേദിയിലുണ്ട്. അദ്ദേഹം അത് വളരെ വിശദമായി കാര്യങ്ങളൊക്കെ ലോകത്തിന് കാണിച്ചു കൊടുത്ത് ഏഷ്യാഡിലൂടെ ലോകത്തിന് മാതൃകയാണ്. അതിൻ്റെ നേതൃത്വം കൊടുത്ത ഡോക്ടർ PV ഈ കാര്യങ്ങളൊക്കെ തെയ്യത്തെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളും വിശദമായി നിങ്ങളോട് സംസാരിക്കും. നമുക്ക് ഈ പരിപാടി നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി ക്ഷേത്ര കമ്മിറ്റിയുടെ ആദരവ് ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട കുഞ്ഞിരാമ പണിക്കരെയും ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി എംറോൻ രാമേന്ദ്രൻ അവർ ഷാളണിയിക്കുകയും
അതുപോലെ തന്നെ കാരണവന്മാർക്ക് വേണ്ടി ഹരീഷൻ അവറുകൾ ക്ഷണിക്കുകയും ചെയ്ത് നല്ലൊരു സ്വീകരണ പരിപാടി ആക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിപാടിയിൽ കൂടുതലായി വിശദീകരിക്കാനൊന്നുമില്ല. ക്ഷേത്രത്തിൻ്റെ പൗരാണികമായ കാലഘട്ടത്തിലേക്ക് കടന്ന കാലഘട്ടത്തിൽ പോലും ഇങ്ങനെയൊരു ചടങ്ങ് ഈ സാക്ഷ്യം വഹിക്കാൻ കൊറ്റാളി ശ്രീകുറുമ്പ ക്ഷേത്രത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് ഈ പരിപാടി സദസ്സിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി നമസ്തേ. നമസ്തേ. എന്താ പേര്? എൻ്റെ പേര് ആർട്ടിസ്റ്റ് ശശികല, കണ്ണൂരാണ് അല്ലേ? കണ്ണൂരിലെ ഓരോ എല്ലാ ചിത്രങ്ങളും കൈകാര്യം ചെയ്യുന്നത് അങ്ങ് തന്നെയാണ് അല്ലേ? അതെ. ഞാൻ നേരത്തെ വോഗലോർ അക്കാദമിയുടെ ലളിത അക്കാദമി മെമ്പറായിരുന്നു. ഇപ്പോഴെൻ്റെ ചിത്രകലാ രംഗത്ത് ഒരു 50 വർഷത്തിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷ നിറവിലാണ്. അപ്പോൾ അടുത്ത മാസം അതിൻ്റെ ഒരു ആഘോഷ പരിപാടി കണ്ണൂർ ഒരു മെഗാ ഇവൻറ്റോട് കൂടി അങ്ങനെ നടത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കാൻ സ്വാഗത സംഘ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു. നമ്മുടെ ബി ശിവദാസൻ എംപിയാണ് നമ്മുടെ സ്വാഗത സംഘ ഓഫീസൊക്കെ ഉദ്ഘാടനം ചെയ്തത്. പിന്നെ കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഉള്ളത്, തയ്യാറെടുപ്പിലാണ് ഉള്ളത്. എത്ര അവാർഡ് കിട്ടി? ഞങ്ങൾക്ക് ഒരു ധാരാളം അവാർഡ് കിട്ടി. അവാർഡുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അവാർഡ് എന്ന് പറയുന്നത് അത് എത്രയാണെന്നൊരു സംശയം എണ്ണി തിട്ടപ്പെട്ട കുറച്ച് വിഷമമുണ്ട്. കാരണം എന്തായാലും ഒരു 1000-ലധികം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അടുത്ത ദിവസമാണ് ഒരു മധുരയിൽ വെച്ചിട്ട് നമുക്കൊരു ഇൻ്റർനാഷണൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് അവാർഡ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് സ്വിറ്റ്സർലൻഡിലെ മധുരയിലെയും ആസ്ഥാനമായിട്ടുള്ള ഒരു സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു അതിലേക്ക് ലഭിച്ചത്. അത് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ മധുരയിൽ ഈ കഴിഞ്ഞ മാർച്ച് 26 എൻ്റെ ചടങ്ങ് വളരെ നല്ലൊരു ചടങ്ങായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രവർത്തനം ഏറ്റവും വലിയ അവാർഡ് അങ്ങക്ക് എന്താ പറ്റിയത്? ഏറ്റവും വലിയ അവാർഡ് ഇപ്പോഴേ ഈ ആക്ടിവിസ്റ്റ് അവാർഡ് തന്നെയായിട്ട് അത് ചിത്രകലയിലല്ല അവർ പ്രാധാന്യം കൊടുത്തത്. എൻ്റെ നിയമ പോരാട്ടങ്ങൾ, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സാധാരണക്കാരനോടൊപ്പം നിന്ന് ഒരുപാട് നിയമ പോരാട്ടങ്ങളും അതിൽ വഹിച്ച വിജയത്തിനൊക്കെ മാനിച്ചുകൊണ്ടാണ് അവർ ഒപ്പം ചിത്രകലയുടെ ഒരാളെന്നുള്ള നിലയിലും കൂടിയാണ് ഒരു മൾട്ടിയിലാണ് അവർ തന്നിട്ടുള്ളത്. എത്ര വയസ്സിലാണ് അങ്ങ് ചിത്രകല ആരംഭിച്ചത്? ചിത്രകല ആരംഭിച്ചത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറുക്കൽ രാജാസ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ്, എൻ്റെ 14 വയസ്സിൽ ഞാൻ ചിത്രകല ആരംഭിച്ചതാണ്. അത് തുടർന്ന് ഇങ്ങനെ വന്നു, കമേഴ്സ് രംഗത്തിറങ്ങി. പിന്നെ ഒരുപാട് നമ്മുടെ സംസ്ഥാന തല മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു, അവാർഡുകൾ. അങ്ങനെയാണ് ഈ അവാർഡുകളുടെ ലോഗോവിൻ്റെ ഒരാളായി മാറി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആദ്യ ഗുരു ആരാ? ആദ്യ ഗുരു ചെറുക്കൽ രാജാസ് സ്കൂൾ നമ്മുടെ സജീന്ദ്ര മാഷ്, ദാമോദര മാഷൊക്കെ ആദ്യത്തെ ചിത്രകല പഠിച്ചത്. അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ്റെ പേര് കുഞ്ഞപ്പ എന്നാണ് പേര്. എൻ്റെ എന്തായിരുന്നു ജോലി? അച്ഛനെ കാർപ്പൻ്റർ. അമ്മയോ? അമ്മ ഹൗസ് വൈഫായിരുന്നു. എത്ര പേരാണ് നിങ്ങളുള്ളത്? ഞങ്ങൾ 3 പേരാണ്. അല്ല സോറി, 3 മക്കളാണ്. നമ്മുടെ ഒട്ടേക്ക് 5 പേര്. ഞാൻ, ഭാര്യ, മൂത്ത മകള്, പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഇളയ മകള്, മൂന്നാമത്തത് മകനാണ്. മൂത്തമോള് തിരുവനന്തപുരം ടെക്നോപാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഇവിടെ ഭർത്താവ് TCS സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവർ മാരീഡാണ്. പിന്നീട് രണ്ടാമത്തെ മകൾ ഇപ്പം ചെന്നൈയിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫെലോഷിപ്പ് ഇതിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ MA ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ആയിരുന്നു ബ്രണ്ണൻകുളത്തിൽ കഴിഞ്ഞത്. MSWയുടെ ഒരു കോഴ്സും കൂടി ഒരു PG കൂടി എടുത്തു. അതിനുശേഷം SFൻ്റെ ഒരു ട്രെയിനായിട്ട് അങ്ങനെ എടുത്തു. അങ്ങനെ ഇപ്പോഴും ചെന്നൈയിലൊരു ഈ ഫെലോഷിപ്പ് കല്യാണം കഴിഞ്ഞിട്ട്. മൂന്നാമത്തെ മകന് കലേഷ് എന്നാണ് അവൻ്റെ പേര്. അവന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ BTech ഐറ്റിക്ക് പഠിക്കണം. ഫൈനൽ ഇയർ കഴിഞ്ഞു, പരീക്ഷ എഴുതി, റിസൾട്ട് കാത്തിരിക്കുന്നു. അവർ നിങ്ങളെ ഈ ചിത്രകല മക്കൾക്ക് എല്ലാവർക്കും ചിത്രകല കിട്ടിയിട്ടുണ്ട്. മൂത്ത മകൾ വളരെ നന്നായിട്ട് അതിൽ കഴിവുള്ളവരാണ്. ആരും താരതമ്യേന ആരും മോശമല്ല. ആരും മോശമല്ല. അവാർഡോ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ലഭിച്ചില്ലല്ലോ. അവർക്ക് മകനെ ഒരുപാട്, മൂത്ത മകൾ ഒരുപാട് ഇപ്പോഴും അവിടെ ടെക്നോ പാർക്കിലും പല കോമ്പറ്റീഷനിലും മത്സരിച്ചിട്ട് അങ്ങനെ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളിലും അവൾ MCയുടെ ഫസ്റ്റ് റാങ്കായിരുന്നു. പിന്നെ മകളും അതുപോലെ തന്നെ രണ്ടാമത്തെ മകളും മോശമില്ലാതെ അവരൊക്കെ സ്വന്തമായി തന്നെ സെൽഫായിട്ട് പഠിച്ചിട്ട് ഉള്ളതാണ്. നമ്മളങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇതുവരെ മക്കളെ കൊണ്ട് വന്നിട്ടില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ടോ? നിങ്ങൾക്ക് വർക്ക്ഷോപ്പുണ്ട്. ഞാൻ നേരത്തെ പൊടിക്കുണ്ട്, നമ്മുടെ സെൻട്രൽ ജയിലിനടുത്തുള്ള പൊടിക്കുണ്ട് എന്ന് പറഞ്ഞ മെൽമയ്ക്ക് അടുത്തുള്ള അവിടെയാണ് എൻ്റെ തറവാട് വീട്. അവിടെ നേരത്തെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴേ അതിനുശേഷം നമ്മുടെ കണ്ണൂർ NGO കൂട്ടത്തിനടുത്ത് ആയിരുന്നു കുറേ വർഷം താമസിച്ച് ജോലി ചെയ്തത്. ഇപ്പോഴും കണ്ണൂർ താവക്കരയാണ് എൻ്റെ താമസം. അവിടെ തന്നെ വർക്ക്ഷോപ്പ് അവിടെ തന്നെ ഉള്ളൂ.
എല്ലാ തരം ചിത്രങ്ങളും ശില്പങ്ങളും ശില്പങ്ങൾ കണ്ണൂരിൽ ഒരുപാട് എല്ലാ ശില്പങ്ങളും കുറേ സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്, ശില്പം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ എന്താ പറയേണ്ടത് കമേഴ്സ്യൽ രംഗത്ത് ഒരുപാട് ഇറങ്ങി, ലോഗോ രംഗത്ത് ഒരുപാട് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം പോലെയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് സർക്കാരിൻ്റെ ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ ലോഗോ ഒക്കെ ചെയ്തിട്ട് അവാർഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എത്ര ശിഷ്യന്മാരുണ്ട് ഇപ്പോൾ? ശിഷ്യന്മാർ ഒരുപാട്, നമ്മളൊരു 10-15 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മളൊരു ആവശ്യത്തിന് വിളിച്ചാൽ ഈ സമയത്ത് ഓടിയെത്തുന്ന ശിഷ്യന്മാർ ഒരുപാടുണ്ട്. പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ശിഷ്യന്മാർ 19ഓളം ശിഷ്യന്മാർ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരുപാട് ആൾ പഠിക്കാനായിട്ടും വന്നിട്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ആർട്ട് കല ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂളായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ ശശികല സ്കൂൾ ഓഫ് ആർട്സ് പറഞ്ഞിട്ട് നമ്മുടെ മേലച്ചുവ നമ്മുടെ അന്നത്തെ വനമന്ത്രിയായിരുന്ന KP നൂറുദ്ദീൻ ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ഈ കമേഴ്സ്യൽ രംഗത്തും കൂടി ശ്രദ്ധ പതിപ്പിച്ചപ്പോൾ എനിക്ക് പിന്നെ അതിന് വേണ്ടിയിട്ട് കൂടുതൽ പിന്നെ സമയമെടുത്ത് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ രണ്ടും കൂടി മൾട്ടിയായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിൽ എൻ്റെ ഒരു ബന്ധുവിനെ ഞാൻ ഏൽപ്പിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ ചില കാരണങ്ങൾ കൊണ്ട് കുറച്ച് പിന്നെ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നതാണ്. ഇപ്പം നിലവിൽ എത്ര വയസ്സായി? ഇപ്പം നിലവിൽ പിന്നെ 63 വയസ്സായി. കാണാൻ തോന്നുന്നില്ല. അത് ദൈവം തന്നെ ഒരു അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് ഈ 50 ജൂബിലി ചിത്രകല ജൂബിലി ആഘോഷിക്കുമ്പോഴേ എന്നോട് പല ആളും ചോദിച്ചതാണ്, അപ്പോൾ നിങ്ങൾ എത്ര വയസ്സിൽ ഇത് തുടങ്ങിയതിനോട് പല ആളും സംശയം ചോദിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു എന്തോ ഒരു ഭാഗ്യമായി കാണുന്നു. അല്ല, അത് ദൈവിക അനുഗ്രഹം, കലാപരമായ സരസ്വതിയാന്നല്ല. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ കണ്ണൂർ ബിഷപ്പ് ഞാൻ എൻ്റെ ഈ ജൂബിലിയായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് ആളുടെ അനുമോദന സംഭാഷണം ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ ബിഷപ്പ് പിന്നെ അലക്സ് വടക്കുന്നിലൊരു വാക്ക് പറയുകയുണ്ടായി, എന്നും ഈ കല മനസ്സിൽ നിറഞ്ഞു കൊണ്ടേക്കാൻ എന്നും ചെറുപ്പമായി നിലകൊള്ളുന്നൊരു വാക്കയിൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ സാറ് ഇപ്പോൾ പറഞ്ഞതുപോലെ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പിന്നെ ശരിയായിരിക്കാം എന്ന് കരുതുന്നു. നമ്മളും നിങ്ങളെ കുട്ടിക്കാലം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, അന്നും നിങ്ങൾ ഇങ്ങനെ തന്നെ ഇപ്പം ഇങ്ങനെ തന്നെ അതുകൊണ്ട് ചോദിച്ചത്. തീർച്ചയായും. പിന്നെ രണ്ടാമത് ഇനിയുള്ള നെക്സ്റ്റ് പ്രോഗ്രാം എന്താ? നെക്സ്റ്റ് ഞാനിപ്പോൾ കുറച്ചും കൂടി ചിത്രകലയിൽ കുറച്ച് ശ്രദ്ധ പതിപ്പിക്കാൻ എൻ്റെ ആഗ്രഹം. കാരണം ഞാനൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ട് ഗാലറി ഇതുവരെ തുടങ്ങുന്ന ചിലങ്ങനെ അത് നിന്നുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ആർട്ട് ഗാലറിയിലേക്കൊരു പിന്നെ കൂടുതൽ പിന്നെ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ജൂബിലി ആഘോഷത്തോടു കൂടി ഇപ്പം തന്നെ ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ അതിനോടൊപ്പം നടക്കും, അല്ലെങ്കിൽ അതിനുശേഷം ഒരു ഗാലറി കണ്ണൂർ സംബന്ധിച്ചോളം പിന്നെ ആരംഭിക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായി. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ എന്ത് ചടങ്ങിന് വന്നിരിക്കുന്ന? ഞാൻ ഇവിടെ വന്നത് നമ്മുടെ കുഞ്ഞിരാമ പെരുമലയൻ്റെ ആചാര സ്ഥാനം ഇന്ന് ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങാണ്. അത് നമ്മുടെ ചെറുക്കൽ തമ്പുരാൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു, ആ കോവിലകത്ത് വെച്ചായിരുന്നു നടന്നത്. അതിനുശേഷം അതെ രാജ CK രവീന്ദ്രവർമ്മ രാജ, അദ്ദേഹത്തിൻ്റെ പേരാണ്. അദ്ദേഹം ഞാനും തമ്മിലൊരു ബന്ധമെന്ന് പറയുന്നത്, ഞാനും അദ്ദേഹം ഫോക്ലോർ അക്കാദമി മെമ്പറായിരുന്നു. എത്രയോ കാലത്തെ ബന്ധം ഇന്നും ആ സൗഹാർദ്ദം പുലർത്തി വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന ചടങ്ങും അതുപോലെ തന്നെ ഈ കുഞ്ഞിരാമ പെരുമലയന് ഞാൻ നേരത്തെ ഈ ഫോക്ലോർ അക്കാദമി അവാർഡ്, ഞാൻ അക്കാദമി മെമ്പറായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് ലഭ്യമാകാനുള്ള ഒരു പിന്നെ ഒരുക്കം എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ലഭിക്കുന്നുണ്ടായി. അപ്പോൾ പെരുമലയിൽ അതിനുശേഷം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്നെ ക്ഷണിക്കുകയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം പിന്നെ പെരുമലയിലൊക്കെയുള്ള ക്ഷണിച്ചതിൻ്റെ പേരിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോഴും കണ്ണൂർ കൊച്ചാളി കാവിലാണുള്ളത്. ഇപ്പോൾ നിങ്ങൾ പിന്നെ പുറത്തേക്കും പോയിട്ടുണ്ടോ ഇതുപോലെ ചിത്രകലയായിട്ട് എന്തെങ്കിലും? ചിത്രകലയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചിത്രകലയായിട്ട് ഞാൻ നേരത്തെ ദുബായിൽ എന്നെ പിന്നെ ആദരിക്കുകയും ദുബായിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ബഹ്റിനിൽ തന്നെ അതിഥിയായിട്ട് കൊണ്ടുപോവുകയും അവിടെ ആദരിക്കപ്പെടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മലേഷ്യ, പിന്നെ ദുബായിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ആദരിക്കപ്പെടുന്നുണ്ടായിട്ടുണ്ട്. അത് ഞാൻ കണ്ണൂരിലെ സമയത്ത് അതിന് കാരണം ഞാൻ ഇന്ന് ഗിന്നസ് പിന്നെ ബുക്ക് ഓഫ് റെക്കോർഡിലുള്ള ഒരാളാണ്. അപ്പോൾ അതെ അപ്പോൾ ഞാനത് കണ്ണൂരിലെ ഏറ്റവും വലിയൊരു പിന്നെ പൂക്കളം നിർമ്മിച്ച്, ലോകത്തിലെ ഏറ്റവും വലിയൊരു പൂക്കളം നിർമ്മിച്ചതിൻ്റെ പേരിലാണ് എന്നെ ദുബായിലേക്ക് ആദരിക്കാനായിട്ട് അവർ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ അത് ആ രീതിയിലാണ് അവിടെയൊക്കെ എത്താനുള്ളത്. അത് ഇന്നും വീണ്ടും പല സ്ഥലങ്ങളിൽ എന്നോട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പിന്നെ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ നമുക്ക് കിട്ടിയ ഒരു അംഗീകാരത്തിനൊരു ഒരു സന്തോഷമുള്ളൊരു ഭാഗമാണ് അല്ലേ? പിന്നെ അതുപോലെ പിന്നെ ഇപ്പോൾ കുടുംബമായിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് കഴിയും. സന്തോഷപ്പെടുന്ന താമക്കരയാണ് ഈ കണ്ണൂർ പിന്നെ പുതിയ ബസ് സ്റ്റാൻഡ് അടുത്ത്. നമ്മുടെ കൂടി പേര് പറയും. ഭാര്യയുടെ പേര്, എൻ്റെ പേര് ആർട്ടിസ്റ്റ് ശശികല, ഭാര്യയുടെ പേര് കല, പിന്നെ മൂത്ത മകളുടെ പേര് കാവ്യ ശശികല, പിന്നെ രണ്ടാമത്തെ മകള് ശില്പ ശശികല, മൂന്നാമത്തെ മകൻ്റെ പേര് കലേഷ് ശശികല. ഇതാണ് പിന്നെ നമ്മുടെ മക്കളുടെ പേര്. കുടുംബമായി സന്തോഷമായി സന്തോഷത്തോടു കൂടി
അവസ്ഥ കാണാം. ഗിന്നസ് ബുക്ക് എപ്പോൾ കിട്ടിയത്? ഗിന്നസ് ബുക്കിൽ 2011 2011 എന്തിനാണ് കിട്ടിയിട്ടുള്ളത്? അത് ലോകത്തിലെ ഏറ്റവും വലിയ പൂക്കളം മതമൈത്രിക്ക് വേണ്ടി കണ്ണൂർ കലക്ട്രേറ്റ് ബന്ധത്തിൽ പൂക്കളം നിർമ്മിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ടായിരുന്നു കിട്ടിയത്. പിന്നെ അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും സെയിം ടൈം അത് ഇടനേട്ടിട്ടായിരുന്നു ആ പൂക്കളം കിട്ടിയില്ലല്ലേ? എന്നാൽ നമസ്തേ കാണാം. നമസ്കാരം. നമസ്തേ കുഞ്ഞിരാമേട്ടാ. നിങ്ങളെ കാണാൻ വന്നതാന്നേ. നമസ്തേ. എന്താ പേര്? തിരുമല കുഞ്ഞിരാമൻ. അല്ല അങ്ങനല്ല, ഇപ്പം ആദ്യം കുഞ്ഞിരാമൻ പണിക്കർ എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ. ഇപ്പം ഒരു വലിയ സ്ഥാനം ലഭിച്ചല്ലോ. അതെ. അത് എന്താണെന്നാണ് ചോദിച്ചത്. അത് ഈ പുഴാതി തിരുമലയിൽ നിന്ന് പുഴാതി പെരുമലയിൽ നിന്നുള്ള ഒരു അല്ലേ? കുറച്ച് വെച്ചിട്ട് പറഞ്ഞാൽ ഏർപ്പാടൊക്കെ. പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് അത് ആ സ്ഥാനം കൽപ്പിച്ചെന്നത്? അത് ചിറക്കൽ കോവിലകത്ത് വലിയ രാജ എന്ന് പറഞ്ഞ് വലിയ രാജ രവീന്ദ്രവർമ്മ രാജ. അതെ. ഇപ്പോൾ നിലവിൽ ഇപ്പം രാജഭരണമാണെങ്കിൽ രാജാവായിട്ടിരിക്കേണ്ട ആള് അദ്ദേഹമാണ്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ കോവിലകത്ത് വെച്ചാണ് ആ ചടങ്ങ് കഴിഞ്ഞത്. അവിടെ നിന്ന് എന്താ നിങ്ങൾക്ക് ലഭിച്ചത്? അവിടെ നിന്നും ഈ കച്ചിരി ചുരിക വെള്ളി കണ്ടിട്ടുള്ളത് അതാണ് അവിടുന്ന് ലഭിച്ചത്. അവിടുന്ന് എന്ത് ആനയിച്ചിരി അവിടെ പോയി നിങ്ങൾ? അവിടുന്ന് ഈ നമ്മളെ ചാമന്തിക്കോട്ട് എന്ന് പറഞ്ഞ 37 ദേവന്മാർ ആസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെ അതെവിടെ വരിക? അത് ചാമന്തിക്കോട്ടം ആ കോവിലത്തിൻ്റെ കുറച്ച് പടിഞ്ഞാറായിട്ട് അല്ലേ? അവിടെ വെച്ചിട്ട് അവിടെ. അപ്പോൾ അത് ചാമണ്ടിക്കോട്ടാണല്ലേ? അതെ, ചാമന്തിക്കോട്ടാണ്. ചാമണ്ടിയാ രക്തചാമണ്ടിയാണോ? അല്ല, ഈ സാക്ഷാൽ വിഷ്ണുമൂർത്തിയില്ലേ? ഓ അതെ, തീച്ചാമണ്ടി. തീച്ചാമണ്ടി അല്ലേ? ഓം മൈനത്തെയും ചാമുണ്ടായിരിക്കും അല്ലേ? അതല്ലേ? അതെ. അപ്പോൾ പിന്നെ തീച്ചാമണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ചെറുപ്പൂരത്തെ തെയ്യിലേക്ക് അവിടെ ഈ മേരീൻ്റെ അവിടെ വിളിക്കാൻ താല്പര്യമില്ലേ ഈ കല്ലാണ്? അപ്പോൾ അത് കണ്ടിട്ട് പോകണം. കേമത്വം തെളിയിക്കുന്നതാണ്. മേലേരിൻ്റെ പദം കണ്ടിട്ടാണ് തീച്ചാമണ്ടിക്ക് അടയാളം കൊടുക്കുക. ചെമ്പകം മാത്രമേ ഈ വറകെടുക്കുന്നത്? അല്ലെങ്കിൽ അല്ല, അത് ഈ മേലേരിൻ്റെ പറക് എന്ന് പറഞ്ഞത് പലതരമുണ്ട്. ആലം, ചെമ്പകം, പുളി. സാധാരണ കേട്ടറിവ് പുളി എടുക്കും, ചെമ്പകം. അതിട്ട് അവിടുന്ന് ചാമുണ്ഡി ക്ഷേത്രത്തിൽ നിന്ന് ആനയിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ എവിടെ പോയ? നമ്മളെ കൊറ്റാടി കാവ് നമ്മളിപ്പോൾ ഞാൻ താമസിക്കും. അതല്ല, അതിന് മുമ്പിട്ട് നിങ്ങൾ പുതിയ വണ്ടി പോകുന്നുണ്ട്. അല്ല, അത് പൊടാതി അടുത്തിന് അവിടെ പോയിട്ടില്ലേ? അവിടെ പോകും. അവിടെ പോയിട്ട് അവിടെ തൊഴുതിട്ട് ആ സോമേശ്വരിനെ തൊഴുത്. സോമേശ്വരി ക്ഷേത്രം അല്ലേ? സോമേശ്വരി ക്ഷേത്രം. നിങ്ങൾ ആരുടെ സ്ഥാനം അവിടെയാണ്? അതെ, ഈ ആരുടെ സ്ഥാനം എന്നുള്ളത് ഈ ഇതുമായിട്ട് പൊടാതി ദേശത്തിന്റെ ഒരു ദേവതയാണ് അവിടുത്തെ സോമേശ്വരി ക്ഷേത്രം. പൊടാതി ദേശത്തിന്റെ ഒരു ഭഗവതി പരദേവതാ ക്ഷേത്രം എന്ന് പറയും. അവിടെ പോയിട്ടാണ് നേരെ കൊച്ചാളിയിലേക്ക്. അതെ, അവിടെ പോയിട്ട് അവിടെ ആ പൊടാതി ഇടന്നുള്ളതും കൂടിയാണ്. ആ രണ്ട് ദിക്കിലും അവിടെ പുഴാതി ദേശത്തെ പെരുമലയൻ എന്നുള്ള വലിയ അങ്ങക്ക് ലഭിച്ചു. അപ്പം നിങ്ങളാണ് ഈ ദേശത്തുള്ള കെട്ടിയാടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ചോദിച്ചിട്ടാണ് മറ്റുള്ളവരും ചെയ്യാൻ പാടുള്ളൂ അല്ലേ? ആചാരങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ ചെയ്യാറുണ്ടോ ഇന്നത്തെ കാലത്ത് ആൾക്കാർ? മിക്കവാറും ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ പോകുമ്പോൾ നിങ്ങളെ പെരുമലയനോട് ചോദിച്ചിട്ടല്ലേ നിങ്ങളെല്ലാം ചെയ്യാറുണ്ടാവും? അങ്ങനെയാണ്, മുമ്പെല്ലാം അങ്ങനെയാണ്. ശരിക്കും അങ്ങനെ ആ ദൈവത്തെ കെട്ടി അടിക്കുമ്പോൾ നമ്മൾ ആ ലെവലിൽ നിന്ന് ചെയ്യണമെന്നില്ല. പ്രകാരം അദ്ദേഹത്തിന് പോയി ഒരു ഗുരുദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങി ചിലപ്പോൾ മുണ്ടോ വേദിയോ ഒന്നും കൊണ്ടു കൊടുത്തു അല്ലേ? അങ്ങനെയാണ്. അതെ, എന്നിട്ട് അവിടെ അനുഗ്രഹം വാങ്ങിയിട്ടാണല്ലോ പോകേണ്ടത്. അപ്പോൾ നിങ്ങളെ ഈ കാലഘട്ടം കഴിഞ്ഞ് പുതിയ കാലഘട്ടം വരുമ്പം
ഈ ചെറുക്കോവിലത്ത് തമ്പുരാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആരാണ്ടാവുകയെന്നൊന്നും പറയാൻ കഴിയില്ല. അവരെയും ഇങ്ങനെ ഓരോ താപടിയായിട്ട് ആൾക്കാർ വരുന്നുണ്ടാവും അല്ലേ? പിന്നെ അതിനുശേഷം രാജഭരണം ഇല്ലാഞ്ഞിട്ടും കൂടി ഇപ്പം രാജാവിന്റെ ആ പവർക്ക് പവറിൽ ഇപ്പം അദ്ദേഹമാണല്ലോ അങ്ങനെ കൊണ്ട് നടക്കുന്നതും. ഇതിന് ശേഷമുള്ളവരും ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ചെയ്യും. ഇന്നും അത് അംഗീകരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഇല്ലല്ലേ? ഇന്നും അദ്ദേഹം രാജാവായിട്ട് തന്നെയാണ് വാഴുന്നത് തന്നെ പറയാം. ചെറുക്കൽ കോവിലവും അതിന്റെ പരിസരത്തുള്ള ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളും ഉത്സവം നടക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം. പിന്നെ എനിക്ക് ഇപ്പോൾ അറിയേണ്ട അങ്ങ് ഏതൊക്കെ വേഷങ്ങൾ ധരിച്ചിട്ടുണ്ട് എന്നാണ് അറിയേണ്ടത്. ഏതൊക്കെ വേഷങ്ങൾ കെട്ടിയാടിയിട്ടുണ്ട്? ആദ്യ വേഷം എന്തായിരുന്നു? അത് ഈ വിഷ്ണുമൂർത്തിയാണ് ആദ്യമായിട്ട് കെട്ടിയിട്ടുണ്ട്. പൊട്ടന്തെയ്യം കെട്ടിയിട്ടുണ്ട്, ചീച്ചാമന്തി കെട്ടിയിട്ടുണ്ട്, കണ്ടകർണം കെട്ടിയിട്ടുണ്ട്, കുട്ടിച്ചാത്തൻ കെട്ടിയിട്ടുണ്ട്. എത്ര കുട്ടിച്ചാത്തനം കെട്ടിച്ചിട്ടുണ്ട്? 2 തരം കുട്ടിച്ചാത്തൻ കെട്ടി. അതെ അതെ. കുട്ടിച്ചാത്തൻ ചില്ലാറ കുട്ടിച്ചാത്തൻ ഉണ്ട്. ഈ മന്ത്രമൂർത്തി എന്ന് പറയുന്നത് പൂക്കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞു. പൂക്കുട്ടിച്ചാത്തനും പിന്നെ കരിക്കുട്ടി മൂത്ത ആൾ. അതെ. ഏറ്റവും ഇളയ ആളാന്നല്ലോ വിഷ്ണുമായ. അതെ അതെ, അങ്ങനെയുള്ളതുണ്ട്. പിന്നെ കണ്ടകർണം, ജത്തിരാമന്തി, അങ്ങനെയില്ലേ തെയ്യങ്ങൾ കെട്ടിയിട്ടുണ്ട്. ജഗ്ദീശ്വരി കഴിച്ചിട്ടുണ്ട്. ഗുളികന്റെ എന്ന് വെച്ചാൽ 2 തരം 3 തരം അങ്ങനെ ഗുളികയുണ്ട്. അതിൽ ഏത് ഗുളികനെ നിങ്ങൾ? അത് 4 തരം ഗുളികകളെക്കാൾ അതെ. അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ അങ്ങനെന്ത് പറഞ്ഞില്ലേ? കരിങ്കാലൻ, പുറങ്കാലൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? അതെ. അങ്ങനെയൊക്കെ ഗുളികന്മാർ. അതെ അതെ, അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത്. പിന്നെ എത്ര വയസ്സിലാണ് ആദ്യം നിങ്ങൾ മൂത്ത് പിന്നെ ചായ ഒക്കെ ഇതാക്കിയിട്ട്? ഈ 11-12 വയസ്സായിട്ടുണ്ടോ ആ സമയത്ത് ഫസ്റ്റ്. ആരാ ആദ്യ ഗുരു? എൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ പേര് രാമൻ പണിക്കർ. അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഈ മുമ്പത്തെ പ്രധാന പെരുമല രാമൻ പെരുമല അല്ലേ? അതേ പേര് തന്നെ. അപ്പോൾ അതേ പേര് തന്നെ ഇപ്പോൾ നിലനിന്ന് ഇപ്പോൾ നിങ്ങൾ വരുന്നു. ഇപ്പോൾ നിങ്ങളെ കാലശേഷം മകനാണോ അല്ലെങ്കിൽ? അല്ല, എൻ്റെ അഞ്ചന്മാർ ഈ ആചാരം ഈ തറവാട്ടാചാരമാണ്. അതെ. അങ്ങനെ അത് നമ്മളെ ഈ തറവാട്ടിൽപ്പെട്ട് നമ്മളെ കാട്ടി. എന്താ നിങ്ങൾ തറവാട്ടുകാരെന്താ? പുഴാതിരിക്കലിമരയും തറവാട് അരവന വളപ്പിൽ. അരവണ വളപ്പിൽ. അതെ, അത് നിങ്ങൾ തറവാടാണല്ലോ. അതെ. ഈ പുഴാതി തിരുമലയിൽ തമ്പുരാനിൽ നിന്ന് കിട്ടി ആ ഭൂമിക്ക് അന്ന് ചെയ്തിട്ടുള്ളതാണ് അരവന. രാജാവിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പണ്ഡിതനായ ഒരു തിരുമലയിലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഉള്ളത്. ഏറ്റവും ഈ പിന്നെ തീച്ചാമ്പടി അങ്ങനത്തൊന്നും കെട്ടിയിട്ടുണ്ടോ? തീച്ചാമ്പടി കഴിച്ചിട്ടുണ്ട്. അതിൽ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും അല്ലേ? നമ്മളെ കണ്ടകാരനെ പന്തം കെട്ടിയിട്ടുണ്ട്. 18 വയസ്സിൽ ആദ്യം കെട്ടി. എത്ര പന്തം വെച്ചിട്ടുണ്ടായിരുന്നു? 16 പന്തം വെച്ചിട്ട് 16 പന്തങ്ങൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മുടിയിലെ മുകളിൽ 32 പോത്തിരിയും. ഇല്ലേ ഇപ്പം മുടി തന്നെ പലതരം ഉണ്ടല്ലോ. ഏറ്റവും വലിയ മുടിയും ചെറിയ മുടിയെല്ലാം ഉണ്ടല്ലോ. കണ്ടകാരന് വെക്കുന്ന മുടി പൊതുവെ കണ്ടകാരനല്ല, ഗുളികന്റെ പറഞ്ഞത്. ഗുളികൻ്റെ പല തരത്തിലല്ലേ. അപ്പം ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ തന്നെയാണ്. അതെ അല്ലേ? അപ്പൊ ഇനി അവിടുന്ന് നിങ്ങൾ അനയിച്ച് നിങ്ങൾ കൊണ്ടുവന്ന് കൊറ്റാളിക്കാവ് ശ്രീ കുടുംബ ഭഗവതി ക്ഷേത്രത്തിൽ അല്ലേ? അതെ. പിന്നെ കൊറ്റാളിക്കാവില് നിങ്ങൾക്ക് അവിടെ എന്താ സ്ഥാനമുള്ളത്? അവിടെ ഈ ഇതെല്ലാം കളിയാട്ടം നോക്കുന്ന സമയത്ത് നമ്മൾ ജന്മാരീതിയിൽ ആ രൂപത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ അവിടെ ഇതന്നെയല്ല നമുക്ക് എല്ലാ ക്ഷേത്രത്തിലും ഉണ്ടാകുന്ന സമയത്തെല്ലാം അടുത്ത് കളിയാട്ടല്ല. ഇപ്പൊ നിങ്ങളെ കളിയാട്ടം വേറെ ആൾക്ക് അവിടെ കെട്ടിയാടാൻ അധികാരമുണ്ടോ? അങ്ങനെ പാടില്ല. നമ്മളെ ക്ഷണിച്ചിട്ടാകുമ്പോൾ അവർ വന്ന് അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യാം അല്ലേ? അല്ലാതെ പുറമേ നിന്ന് ഇല്ല. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോയി ചെയ്തിട്ടില്ല? പുറത്ത് സംസ്ഥാനത്ത് കണ്ണൂർ ജില്ല വിട്ടിട്ട് വേറെ ചെയ്തിട്ടില്ല? പിന്നെ കാസർഗോഡ് ജില്ലയിൽ പോയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലെല്ലാം ചെയ്യും. ഇതിൻ്റെ അനുഷ്ഠാനപരമായി ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് എത്ര മക്കളാണ്? 2 പേരാ? അതെ അതെ. മകൻ 12ാം വയസ്സ് തെയ്യം കെട്ടി. നിങ്ങളാണോ അതിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്? അതെ അതെ. ദീക്ഷ കൊടുത്തിട്ടുള്ളത് നിങ്ങളാണോ? അതെ. പിന്നെ അതെ. പിന്നെ മകള് അല്ലേ? മകൻ എത്ര പേര് പഠിച്ചു? മകനാ കെട്ടിയാടലുണ്ട? ഡിഗ്രിയാണ്. കെട്ടിയാടലുണ്ട? അരി മകൻ പഠിക്കാനാണ്. അവനും ഈ 12 വയസ്സിൽ ഈ കൊളുത്തിൽ രാജാവിന് കൊട്ടുമ്പളിലും അല്ലേ? അപ്പോൾ ഇനി ഈ ചടങ്ങ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇനിയും അതിന് മേലെ എന്തെങ്കിലും ചടങ്ങുണ്ടോ? അധികാരമുണ്ടോ? തിരുമലയുള്ളത് പ്രധാനമായിട്ടും ഇത് നമ്മൾ കൊണ്ട് നടത്തുന്ന സ്ഥലം കടൽവാതിക്കൽ അവിടെയാണ്. അല്ല ഈ തിരുമലേൻ്റെ പുഴാതി തിരുമലയും കെട്ടിച്ചിട്ടിട്ട് നമ്മളെ
കുറുങ്കോല് വായിക്കണം. ആ ദേവീൻ്റെ തിരുമുടി വൈകുന്ന സമയത്തും അതിൻ്റെ തോറ്റം നിൽക്കുമ്പോൾ എല്ലാം തന്നെ കുടിയിൽ വെക്കുമ്പോൾ വേണം. ഈ തെയ്യം നിശ്ചയിക്കുന്ന സമയത്ത് ഈ വടക്കേ ഭാഗത്തുനിന്നല്ലേ ഒരു ചടങ്ങുണ്ട്. ആ സമയത്ത് തോറ്റം ചൊല്ലി അവർ മുന്നോട്ട് വരും. അന്നേരം ഈ പിന്നെ പലയാൽ ഭഗവതിൻ്റെ കോലം ധരിക്കുന്ന അവർ തോറ്റം ചൊല്ലിക്കൊണ്ടാണ് വരും. തോറ്റം അതിൻ്റെ കൂടെ കുറുങ്കോല് വിളിച്ചുകൊണ്ട് ഭാഗത്ത് വന്ന് അത് ആചാരം വടക്കേ ഭാഗം. വൈദ്യം പഠിച്ചിട്ടുണ്ടോ? വൈദ്യം പഠിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ വൈദ്യത്തിൽ നമുക്ക് പോയി ഗുളികമായി പച്ചമരുന്നും കാര്യങ്ങളും നമ്മളെ നിഗൂഢമായിട്ട് അതെ രഹസ്യങ്ങളാണല്ലോ. അപ്പം അതുപോലെ തന്നെ ശാസ്ത്രങ്ങൾ മറ്റുള്ള ശാസ്ത്രങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടോ? അതെല്ലാം ഈ പറയപ്പെട്ടത് മറ്റുള്ള ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നിങ്ങളെ കൗള സമ്പ്രദായമാണോ? കൗള ആചാരപ്രകാരമുള്ള പൂജകളെല്ലാം നമ്മൾ ചെയ്യുന്നില്ല. അതെ അതാ ചോദിച്ചത്. നിങ്ങളെ പൂജ മാരിൽ നിന്ന് കിട്ടിയ ചില സമ്പ്രദായങ്ങളാണ്. പല ആചാരങ്ങളുണ്ടല്ലോ. ഇവിടെ പറഞ്ഞ അടുത്ത് പൂർവികന്മാരിൽ നിന്ന് കിട്ടി. എൻ്റെ പിതാമഹൻ്റെ പുരാതി വിജയരാമൻ തിരുവടി കിട്ടിയിട്ടുള്ള അറിവുകളാണ്. അദ്ദേഹം എൻ്റെ നിങ്ങളെ കീഴിൽ ശിഷ്യന്മാർ നിങ്ങളെ കീഴിൽ പുറത്തൊരു വിദേശത്തോ അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ലല്ലോ? പോയിട്ടുണ്ട്. മലേഷ്യയിലെല്ലാം പോയിട്ട് ഈ തെയ്യത്തിൻ്റെ ആവശ്യം തന്നെ. അവിടെ ഒരു കോവിലിൽ വെച്ചിട്ട് തെയ്യം പറ്റിയാടിയിട്ടുണ്ട് മലേഷ്യയിൽ. പിന്നെ മലേഷ്യയിൽ വിദേശത്ത് അത് മാത്രമേ പോയിട്ടു അല്ലേ? ദുബായിലും അതൊക്കെ അങ്ങനെ കാണാൻ പറഞ്ഞു. നമ്മുടെ മലയാളിക്ക് അതെ. അവിടെ എത്ര ഏത് കൊല്ലം അത് പോയിട്ടില്ല? അത് കൊല്ലം ഒരു കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഒരു മുത്തപ്പൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയി അവിടെ മുത്തപ്പൻ്റെയും ഒരു ഗുളികൻ്റെയും മകനാണ് ഗുളികൻ കെട്ടി ഗുളികൻ്റെ കർമ്മിയായിട്ട് ഞാനുണ്ട്. കുടുംബമായിട്ട് ഞാനന്ന് നിങ്ങളെ ഇതിന് വന്നിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം പോയിട്ട് 2 പ്രാവശ്യം ഈ തെയ്യത്തിൻ്റെ ആവശ്യത്തിന്. ഇപ്പോൾ നിങ്ങളെ ചടങ്ങിന് ഇപ്പോൾ പെരുമലയിൽ നിന്നുള്ള സ്ഥാനം കിട്ടുമ്പോൾ ഞാൻ വന്നിട്ടുണ്ടാവും. വന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ മന്ത്രിമാരും പിന്നെ MLA-മാരും പിന്നെ കൗൺസിലർമാരും എല്ലാം മുന്നിലാണ് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മേയർ പിന്നെ ഗിന്നസ് ബുക്കിലുള്ള പേര് കേട്ടിട്ടുള്ള ഇന്ത്യ ബുക്സ് റെക്കോർഡിങ്ങിലുള്ള വലിയൊരു മനുഷ്യനാടിയിട്ടുണ്ടായിരുന്നു ശശികല. അങ്ങനെ കുറേ വ്യക്തികൾ നിങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കി ഞാൻ മന്ത്രിമാരൊക്കെ കടന്നപ്പള്ളി രാമചന്ദ്രനായിരുന്നു. പിന്നെ MLA ആരായിരുന്നു? സുമേഷ് അല്ല ഏത് മറ്റേ മാർക്കറ്റില്ല അല്ലെ? അതെ, അദ്ദേഹം ഈ അഴീക്കോട് MLA ആണ്. അഴീക്കോട് CPM MLA അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള എൻ്റെ വീട്ടിൽ വന്നിട്ട് അദ്ദേഹം പൊന്നാടി അറിയിച്ച് ആ സമയത്ത് വരാൻ പറ്റാതെ അദ്ദേഹം തിരക്ക് പിടിച്ച് നേതാവാണല്ലോ. ആ സമയത്ത് പറ്റിയില്ല. വീട്ടിൽ വന്നിട്ട് ചോദിച്ചല്ല. അപ്പോൾ പോപ്പുലർ അക്കാദമിൻ്റെ അവാർഡ് കിട്ടിയ സമയത്ത് അദ്ദേഹം അനുഭവിച്ചല്ല. സംഗീത നാടക അക്കാദമിൻ്റെ അവാർഡ് ആദ്യം എനിക്ക് കിട്ടിയത്. സംഗീത നാടക അക്കാദമി 83 നാടകത്തിലുണ്ടായിരുന്നു. അല്ലല്ല, ഈ സംഗീത നാടക അക്കാദമിൻ്റെ അവാർഡ് പുറത്തുവരാനെൻ്റെ ആസ്ഥാനം. അത് അന്നേരം ഈ തെയ്യം കലാകാരന്മാർക്ക് അവാർഡ് അതിൽ ചുരുക്കം ആൾക്കാർക്ക് അത് കിട്ടിയില്ല. പിന്നെ ആ സംഗീത നാടക അക്കാദമി മെമ്പറായിട്ട് 2 പ്രാവശ്യം തെരഞ്ഞെടുപ്പ്. എന്നാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വേളയിൽ നിങ്ങളിപ്പോൾ തിരക്കുള്ള ആയതുകൊണ്ട് ഏതെങ്കിലും വേളയിൽ ഇനി നമുക്ക് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഈ കോലങ്ങളെ പറ്റിയിട്ട് ഒരു തെയ്യങ്ങളെ ഇതുണ്ടല്ലോ, അത് വേഷത്തിൻ്റെ പ്രധാനം, അതിനെപ്പറ്റിയിട്ടും ചമയങ്ങളെപ്പറ്റിയും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ ചമയങ്ങളെല്ലാം ഓരോന്നിനും ഓരോ ചമയങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത്. ചമയങ്ങൾ വ്യത്യാസമായിട്ടാണ് ഇതിന്റെ ചമയം. അതെ, ചമയങ്ങൾ. പക്ഷെ നമ്മളെ ഇവിടുത്തെ ചമയവും പിന്നെ കർണാടകയിലെ ചമയം തമ്മിൽ വ്യത്യാസമില്ല. കർണാടകം തെയ്യെന്ന് പറയില്ല. പക്ഷെ അവിടെ തെയ്യം കെട്ടി ആടുന്നുണ്ട് കാണുന്നത്. തുളുക്കോൾ എന്നുള്ള അങ്ങനെയാണ്. തമിഴ്നാട്ടിലൊന്നും തെയ്യൂല്ലല്ലോ. പക്ഷെ എങ്കിലും വടക്കേ മലബാറിൽ പിന്നെ തെക്കേ മലബാറിൽ തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? അങ്ങനെയാണ് സംഭവം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കറിയാൻ സാധിച്ചു. പിന്നെ ബാക്കിയുള്ളത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ചമയങ്ങളെ പറ്റിയിട്ട് മുഖത്തെ എഴുത്ത് ഓരോ ദേവതക്കും ഏറ്റവും സൗന്ദര്യമുള്ള ദേവത ഏതാണ്? വിഷ്ണുമൂർത്തിയാണോ? വിഷ്ണുമൂർത്തിക്കാരുടെ ഏറ്റവും സൗന്ദര്യം സൗന്ദര്യവും മാത്രമേ എഴുതാനും ദേശം പ്രയാസമുള്ളതാണ്. അതാണ് അല്ലേ? ഉച്ചട്ട കെട്ടിയിട്ടുണ്ടോ? ഉച്ചട്ട ഞാൻ കെട്ടിയിട്ടില്ല. കെട്ടിയിട്ടില്ല.
കുഴിച്ചിട്ട് ഒരുപാട് അതിന് വരുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ തോട്ടെല്ലാം എല്ലാം കൂടി അതിന് ബാധ്യത എത്ര ദിവസം ബ്രദർക്ക് നിങ്ങൾ അത് വ്യത്യസ്തമായിട്ട് ഇതാണ് ഓരോ അഗ്നിയിലേക്ക് അടുത്തതിൽ പറയുകയാണ് അത് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഓരോ തിരുവനന്തപുരത്തും നമ്മളെ വ്രതങ്ങളും അതിന്റെ ആചാരങ്ങളും വ്യത്യാസമാണ്. എന്നാ ശരി നമസ്കാരം.